മീഡിയടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നത്തിങ് ബ്രാൻഡിന്റെ സബ് ബ്രാൻഡായിട്ടുള്ള CMF ബൈ നത്തിങ്ങിന്റെ നെക്ക് ബാൻഡ് പ്രോയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. CMF ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ പല പ്രീമിയം പ്രൊഡക്റ്റുകൾ നൽകുന്ന അതേ രീതിയിലുള്ള ഫീച്ചേഴ്സ് നൽകുന്ന പ്രൊഡക്റ്റുകളാണ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നെഗറ്റീവ് സൈഡിലെന്നല്ല, എല്ലാ പ്രൊഡക്റ്റുകളെയും പോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനും കുറച്ച് നെഗറ്റീവുകളുണ്ട്. അതെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതുപോലുള്ള ഇൻഡെപ്ത് റിവ്യൂ വീഡിയോസുകളാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂ വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലൊരു ബോക്സിലാണ് CMF ബൈ നത്തിങ്ങിന്റെ നെക്ക് ബാൻഡ് പ്രോ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് ആ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നെക്ക് ബാൻഡ് കാണാൻ വേണ്ടി സാധിക്കും. ബോക്സിനുള്ളിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂസർ മാനുവലും 2 പെയർ ഇയർ ടിപ്സുമാണ്. ചാർജിങ് കേബിൾ വരുന്നില്ല. സോ ചാർജിങ് കേബിൾ വരാത്തത് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളെങ്കിലും കാണാനുള്ള വഴിയുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ CMF ബൈ നത്തിങ് ബ്രാൻഡിൻ്റെ നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന നെക്ക് ബാൻഡ്. സോ ആദ്യം ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോഗോ കാണാൻ വേണ്ടി സാധിക്കും. അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് CMF ബൈ നത്തിങ് എന്ന ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു ഡയൽ രീതിയിലുള്ള ബട്ടണും കൊടുത്തേക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ആ ഒരു ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയം രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബെൽറ്റിലാണ്. ഒരു മാറ്റ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് വൈറ്റ് കളർ വേരിയൻ്റ് ആണ്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അതിൻ്റെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ആ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ നെക്ക് ബാൻഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൈഡഡ് ആയിട്ടുള്ള കേബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ടും വെയ്റ്റ്ലെസ് ആയിട്ടുമുള്ള 2 ഇയർ ബഡ്സുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ ടോട്ടലി ഇത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഇയർ ബഡ്സിൻ്റെ ടോപ്പിലായിട്ട് മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്. സോ അത് അറ്റാച്ച് ചെയ്യുന്നതിലൂടെയും റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്കിത് ടേൺ ഓൺ ആക്കാനും ടേൺ ഓഫ് ആക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. എങ്കിലും എനിക്ക് ഈ ഒരു ഡിസൈനിൽ ആവശ്യമെന്ന് തോന്നിയ മറ്റൊരു കാര്യമായിരുന്നു ആ ഒരു ടൈപ്പ് സി ചാർജിങ് ബോർഡിൽ ഒരു കവറിങ്. സോ കാരണം നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കയറി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സോ അതിനൊരു കവറിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് കളർ വേരിയൻറ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. വൈറ്റ് കളറെ പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഇനിയും ഈ ഒരു വീൽ ബട്ടണിലേക്ക് വരുന്ന സമയത്ത് ഇത് മൾട്ടി ഫംഗ്ഷണലായിട്ടുള്ള ബട്ടണാണ്. സോ ഈ ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. സിംഗിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് പ്ലേ ആക്കാനും പോസ് ആക്കാനും കോളൊക്കെ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഡബിൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൻ്റെ നെക്സ്റ്റ് മ്യൂസിക്കിലേക്കൊക്കെ പോകാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. അതുപോലെ 3 വട്ടം പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മ്യൂസിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനിയും ഇതിലേക്ക് ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് ട്രാൻസ്പെറൻസി മോഡിൽ നിന്ന് ANC-യിലേക്കോ അല്ലെങ്കിൽ ANC-യിൽ നിന്ന് ട്രാൻസ്പെറൻസി മോഡിലേക്കോ ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അറിയാനായിരിക്കും. 13.6 mm ഡ്രൈവേഴ്സ് ആണ് വന്നിട്ടുള്ളത് വിത്ത് അൾട്രാ ബേസ് ടെക്നോളജി 2.0. അതുപോലെ 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീമിയം രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നൽകുന്ന അതേ രീതിയിലുള്ള ഫീച്ചറാണ് ഈ ഒരു 50 dB എന്ന് പറയുന്നത്. ബഡ്ജറ്റായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് 50 ഡെസിബൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ രീതിയിലുള്ള പെർഫോമൻസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നത്തിങ് എക്സ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇക്വലൈസർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇക്വലൈസറിൽ തന്നെ നമുക്ക് 4 മോഡ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് ബാലൻസ്ഡ് മോഡ്, അതുപോലെ തന്നെ മോർ ബേസ് ഉണ്ട്, മോർ ട്രിബിൾ ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ മിഡ് വേണമെങ്കിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും, ബേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മോഡ് തന്നെയായിരിക്കും. കാരണം നമുക്ക് എല്ലാം ബാലൻസ് ആയിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. ബേസും അല്ലെങ്കിൽ ട്രിബിളൊക്കെ കൂട്ടിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി അനോയിങ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ ബെറ്റർ ഫീൽ നമുക്ക് കിട്ടത്തില്ല. ഒരു ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബാലൻസ്ഡ് മോഡ് തന്നെയായിരിക്കും. പിന്നീട് ബാലൻസ് മോഡിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ബാലൻസ് മോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ വോളിയം റോക്കേഴ്സ് ബട്ടണിലേക്ക് പോകും. കാരണം നമുക്ക് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടാൻ വേണ്ടി തോന്നും. കാരണം അത് ചെറിയ രീതി മൈന്യൂട്ടായിട്ട് വോളിയം കുറവുള്ള രീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബട്ട് വോക്കൽ ക്ലാരിറ്റി എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ബാലൻസ്ഡ് മോഡാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഈ ഒരു നെക്ക് ബാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു വോക്കൽ ക്ലാരിറ്റി ഈ ഒരു നെക്ക് ബാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു തരത്തിലുള്ള സംശയമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് സൂപ്പർബായിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് അതിൽ സപ്പോർട്ടഡ് ആണ്.
അതുപോലെ തന്നെ 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ആ ഒരു 13.6 mm ഡ്രൈവേഴ്സും എല്ലാം കൂടെ കൂടിച്ചേർന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്ന സമയത്തും എല്ലാം തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലോ ആണെന്നുണ്ടെങ്കിലും മിഡ് ആണെന്നുണ്ടെങ്കിലും ഹൈ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ റേഞ്ചസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോൾ ക്വാളിറ്റി ആയിരിക്കും. 5 HD മൈക്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുള്ളത്. നമ്മളെല്ലാവരും നെക്ക് ബാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കോൾ ക്വാളിറ്റി. മ്യൂസിക് എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൾ ക്വാളിറ്റി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞതിലും കൂടുതലും നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. സോ ആ ഒരു ഡെമോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് CMF by Nothing എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നെക്ക് ബാൻഡ് പ്രോ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് മറ്റൊരു സ്മാർട്ട് ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് കോൾ ചെല്ലുന്ന ആ ഒരു സ്മാർട്ട് ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. ഇപ്പം നിങ്ങൾ കേട്ട ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തതിനു ശേഷം വേറൊരു സ്മാർട്ട് ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് കോൾ ചെന്ന ആ ഒരു സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. എത്രത്തോളം കോൾ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ട് എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങൾ ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് വന്നിട്ടുള്ളത്. 15 മീറ്റർ വയർലെസ് റേഞ്ച് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ എനിക്കൊരു തരത്തിലുള്ള പ്രശ്നം ഫീൽ ചെയ്തില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് കണക്ട് ആവുന്നുണ്ട് നമ്മുടെ ഡിവൈസസുമായിട്ട്. സാധാരണയുള്ള നെക്ക് ബാൻഡുകളെ ഇയർബഡ്സുകളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി പെയർ ന്യൂ ഡിവൈസ് എടുത്തതിന് ശേഷം പുതിയ ആ ഒരു ഡിവൈസ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ ഒരു നെക്ക് ബാൻഡ് നോർമലി അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ ഒരു പോർഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫങ്ഷണൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഫങ്ഷണൽ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഒരു നെക്ക് ബാൻഡ് നമ്മുടെ ഡിവൈസ് സ്കാൻ ചെയ്തുള്ളൂ. സോ അതിനുശേഷം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് കണക്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ എപ്പോഴും നിങ്ങൾ ഏത് ഡിവൈസസുകളുമായിട്ടും പുതുതായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫങ്ഷണൽ ബട്ടൺ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 220 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 36 ഹവേഴ്സിൻ്റെ പ്ലേ ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 മണിക്കൂറിൻ്റെ പ്ലേ ടൈമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ANC ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 to 9 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓഫറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1700 രൂപ റേഞ്ചിന് അല്ലെങ്കിൽ മുകളിലോട്ട് ഒരു 1800 റേഞ്ചിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കയറി ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഇനിയും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു നെക്ക് ബാൻഡ് തന്നെയാണ് CMF by Nothingന്റെ നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. നല്ല രീതിയിലുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കാണാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോൾ ക്വാളിറ്റിക്ക് ആണെന്നുണ്ടെങ്കിലും ബെറ്റർ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പേടിക്കാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന CMF by Nothingന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. സോ ഇത് ഞാനൊരു 1 വീക്ക് 2 വീക്കായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ തരുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇതിനകത്തൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.